ആദ്യം രാജു പിതാനിലേക്ക്. രാജു, പ്രതിപക്ഷം വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ്. വീണ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, വി എൻ വാസവനും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ മെഡിക്കൽ കോളേജുമായി കൂടുതൽ അടുപ്പമുള്ളത് വീണ ജോർജിനേക്കാൾ വി എൻ വാസവനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ്. അദ്ദേഹം ആ മെഡിക്കൽ കോളേജിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന കമ്മിറ്റി അംഗം കൂടിയാണ്. പക്ഷെ വീണയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയിൽ വീണ ജോർജ് മാത്രം രാജിവെക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടാൻ കാരണം എന്താണ്? അവിടെ എന്ത് വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അവിടെ എന്താ വീഴ്ച അല്ലാതിരുന്നതെന്ന് മാത്രമാണ് ചോദ്യമുള്ളത്. അല്ലാണ്ട് ഈ വീഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പുതിയ സെഗ്മെൻറ്റിൽ ഇത് മുഴുവൻ പറയണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. പക്ഷേ ആരോഗ്യ മന്ത്രി എന്ന് പറയുന്നത് അവിടെ നേരിട്ട് ബന്ധപ്പെടേണ്ട, നേരിട്ട് ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. ആ നേരിട്ട് സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഉത്തരവാദിത്വമുള്ളൊരു മന്ത്രിയാണ് വീണ ജോർജ്. അവിടെ നമ്മളൊന്ന് നോക്കൂ, അവിടെ ഒരു അപകടമുണ്ടായി. നമുക്ക് ആ അപകടത്തെ ഒരു അപകടമായി കാണാം. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, കാരണം പലപ്പോഴും അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ അപകടങ്ങളിൽ ഈ സർക്കാരും ഈ മന്ത്രിയും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ ചാണ്ടി ഉമ്മൻ ചെന്നതിന് ശേഷം അദ്ദേഹം അവിടുത്തെ രോഗികളോട് കാണുന്നു. ആ മരിച്ചുപോയ ആ സ്ത്രീയുടെ മകൾ ഉൾപ്പെടെ അവരെ കാണുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അമ്മ രാവിലെ കുളിമുറിയിലേക്ക് പോയിരുന്നു, പക്ഷേ പിന്നീട് കാണുന്നില്ല, വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ചാണ്ടി ഉമ്മൻ ചെന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താത്തതിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വിഷ്വലുകളെല്ലാം പുറത്തു വന്നല്ലോ. എന്തിനാണ് നേതൃത്വം അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലിരിക്കുന്നവർ, മന്ത്രിമാർ, MLA മാർ ഒരു അപകട സ്ഥലത്ത് ചെല്ലുന്നത് എന്തിനാണ്? അപകട സ്ഥലത്ത് ഒരു മന്ത്രി ചെല്ലുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളൊരു മന്ത്രി ചെല്ലുന്നത് അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വസ്തുതകൾ മനസ്സിലാക്കുകയും ആ വസ്തുതകൾ മനസ്സിലാക്കി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. ചാണ്ടി ഉമ്മൻ ചെയ്തതിൻ്റെ 1% ഈ മന്ത്രി തനിക്ക് ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ മനുഷ്യരോട് സംസാരിച്ച് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ നിരുത്തരവാദിത്തമായിട്ടുള്ള പ്രസ്താവന നടത്തേണ്ടി വരുമോ? ഒരു മന്ത്രി അവിടെ ചെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് താൻ ഏറ്റു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഒരു പക്ഷേ അവർ തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് പറഞ്ഞെങ്കിൽ നമുക്കൊരു പരിധിവരെ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാം. പക്ഷെ അവർ സംഭവ സ്ഥലത്ത് എത്തിയതിനു ശേഷം ആ അപകട സ്ഥലം സന്ദർശിക്കുകയോ അതല്ലെങ്കിൽ അവിടുത്തെ അതിന് സാക്ഷിയാകേണ്ടി വന്ന ജനങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുകയോ അവിടെ ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മന്ത്രിമാർ നടത്തിയ കൊലപാതകമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല. അതിന് പകരം അവിടെ പറഞ്ഞ ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ ആരുമായിക്കൊള്ളട്ടെ, ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം കേട്ട് അവിടെ വെച്ച് അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ലഘൂകരിച്ച് കാണിച്ച് അവിടെ നിന്ന് പോന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ നേതൃത്വത്തിന് ഉൾപ്പെടെയുള്ളിടത്ത് വേണ്ടത് ആർദ്രതയല്ലേ? അത്തരത്തിലൊരു സംഭവം നടന്നു. ആ സംഭവം നടന്നു കഴിയുമ്പോൾ ആ സംഭവത്തെ സംബന്ധിച്ച് താൻ കൂടി ഉൾപ്പെട്ട നിരുത്തരവാദപരമായ ഒരു കാരണം കൊണ്ടാണ് ആ മരണം നടന്നത് മനസ്സിലാക്കുന്നവർ ആ സംഭവത്തെ കുറെ കൂടി ആർദ്രതയോടും കൂടി വിനയത്തോടും കൂടി സമീപിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ആ 2013 ഈ ബിൽഡിങ്ങിന് അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു. ഞാൻ കത്ത് അന്വേഷിച്ചു പോയല്ലോ, ഇല്ലേ? മിനിറ്റുകൾക്കുള്ളിൽ ഈ വിഷയം സംബന്ധിച്ച് പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ ആ കത്ത് ഉൾപ്പെടെ കൊണ്ടുവരുന്നുണ്ട്. ആ കത്ത് തിരയാൻ പോയ മനസ്സ് ആ ബിന്ദുവിനെ തിരയാൻ പോയിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? അപ്പോൾ അവിടുത്തെ ആ അപകടത്തിൽ ആർദ്രമായൊരു മനസ്സോടുകൂടി അതിനകത്ത് ഇടപെട്ടില്ലെന്ന് മാത്രമല്ല, തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമത്തിലായിരുന്നു ആ നടക്കുന്ന സമയം മുഴുവൻ, ഇല്ലേ? ഒരുപക്ഷെ മുഖ്യമന്ത്രി നാളെ രാവിലെ വിദേശത്തേക്ക് പോവാണ് ചികിത്സക്ക്. അദ്ദേഹത്തിന് എളുപ്പം സുഖം പ്രാപിച്ച് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാനതിനകത്ത് മറ്റൊന്നും പറയുന്നില്ല. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു, അദ്ദേഹത്തിന് എളുപ്പം സുഖം പ്രാപിച്ച് വരാനുള്ള ആശംസ കൊടുക്കുകയാണ്. ആ യാത്ര നാളെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ 50,000 പോലും അവിടെ എത്തില്ല. ഇന്നൊരു പക്ഷെ അവരെ ഫോണിൽ ബന്ധപ്പെടാൻ പോലും ശ്രമിക്കില്ല. ഇന്ന് അവിടെ മന്ത്രി പോവുകയുമില്ലായിരുന്നു. നാളെ പിണറായി വിജയൻ പോകുന്നതിന് മുമ്പ് ഇതെന്തെങ്കിലും ചെയ്തിട്ട് പോയില്ലെങ്കിൽ വലിയ പഴി കേൾക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിനും ബിന്ദുവിൻ്റെ കുടുംബത്തിനും ഉണ്ടായ മുഖ്യമന്ത്രിയുടെ വിദേശത്തേക്കുള്ള യാത്ര കൊണ്ട് ഒരേ ഒരു ഗുണമുണ്ടായത്, ആ മന്ത്രിമാർ അവരുമായി ബന്ധപ്പെട്ടു, അടിയന്തരമായിട്ട് 50,000 രൂപയെങ്കിലും കൊടുത്തു. ഇത്രയാണ് ആകെ കൂടി ആ കുടുംബത്തിനുണ്ടായ ഗുണം, അല്ലേ? എത്രമാത്രം ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും ഒരു അമ്മയല്ലേ, ഒരു സ്ത്രീയല്ലേ, ഒരു സഹോദരി ആയിരിക്കില്ലേ? അവർക്ക് ഒരു മനുഷ്യൻ താൻ കൂടി ഒരു വീഴ്ച സംഭവിച്ചതുകൊണ്ട് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ഇന്ന് അവരുടെ ദുഃഖം എൻ്റേത് കൂടിയാണെന്ന് ഇന്ന് പ്രസ്താവന ഇറക്കിയല്ലോ. PR ഏജൻസി എഴുതി കൊടുക്കുന്ന അല്ല പറയേണ്ടത്.
അവരുടെ ദുഃഖം വീണ ജോർജിന്റെയും കൂടി ദുഃഖമായിരുന്നെങ്കിൽ ഇന്നലെ ആ സ്ത്രീ അവരുടെ വീട്ടിലുണ്ടാവുമായിരുന്നു. ആ ബിന്ദുവിന്റെ അമ്മയെ, ബിന്ദുവിന്റെ ഭർത്താവിനെ, ബിന്ദുവിന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് അവരോട് ആശ്വസിപ്പിക്കാനുണ്ടാവുമായിരുന്നു. PR ഏജൻസി എഴുതി കൊടുക്കേണ്ടത് പറയുകയല്ല, നാടകമല്ല കളിക്കേണ്ടത്. അവരുടെ ദുഃഖം എന്റെയും കൂടി, അവരുടെ ദുഃഖം എന്റെയാണെങ്കിൽ ഞാൻ ഇന്നലെ അവിടെ നിൽക്കുവോ? അവർ തിരുവനന്തപുരത്തേക്ക് ആയിരുന്നില്ലായിരുന്നു, തലയോലപ്പറമ്പിൽ അവരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇന്ന് പഴി കേൾക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തടി തപ്പാനുള്ള ശ്രമം അതുകൊണ്ട് തന്നെയാണ്. ഈ കാപട്യത്തിനും ഈ മനുഷ്യത്വരഹിതമായ, ആർദ്രതയില്ലാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത, അൻപേ പരാജയമായ ഒരു മന്ത്രി ഇനി അവിടെ ഇരിക്കുന്നത് അവർ അള്ളിപ്പിടിച്ചിരിക്കുന്നതിന് തുല്യമാണ്. അള്ളിപ്പിടിച്ചിരിക്കുന്നതിന് ഈ സമൂഹത്തോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അവർക്ക് അല്പമെങ്കിലും വ്യക്തിത്വം ഉണ്ടെങ്കിൽ, താനൊരു സ്ത്രീയാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, തൻ്റെ ഒരു പരാജയം കൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് രാജിവെച്ചിട്ട് ഈ നാടിനോട് മാപ്പ് പറയണം. ശരി രാജു.